2-3 ദിവസം മുന്നേ ഞാൻ ഇട്ടൊരു വീഡിയോയ്ക്ക് കമൻ്റ് ആയിട്ടും അതുപോലെ തന്നെ പേഴ്സണലായിട്ടും ഒക്കെ എനിക്ക് കുറേ മെസ്സേജ് വന്നതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ ഏതാണെന്ന്. അപ്പോൾ ഞാൻ ഇന്ന് എണ്ണ തേക്കുന്ന സമയത്താണ് ഞാൻ ആർക്കും കമൻറ്റിന് റിപ്ലൈ കൊടുത്തില്ല എന്നൊരു ഇതെനിക്ക് വന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഹെയർ ഓയിൽ പറയുന്നതിന് മുന്നേ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം, എങ്കിൽ മാത്രമാണ് നമുക്ക് ഈ മുടി വളരത്തുള്ളൂ കേട്ടോ. കാര്യം എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ ഞാൻ പറയാം, എനിക്ക് ഈ ഒരു എണ്ണ യൂസ് ചെയ്തുകൊണ്ട് മാത്രമല്ല ഹെയർ ഉള്ളത്. എൻ്റെ അമ്മയ്ക്കും അതുപോലെ തന്നെ ചേച്ചിമാർക്കും എൻ്റെ അച്ഛൻ്റെ പെങ്ങന്മാർക്കും ഒക്കെ മുടി ഉള്ളതുകൊണ്ട് പാരമ്പര്യം ഒരു പ്രധാന ഘടകമാണ് കേട്ടോ മുടിക്ക്. പിന്നെ നമ്മൾ ചെറിയ ചെറിയ കെയറിങ് കൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ മുടി അതുപോലെ നിൽക്കും. പിന്നെ ഇടയ്ക്ക് എനിക്ക് തൈറോയ്ഡ് വന്നു, വൈറ്റമിൻ ഡി കുറവായിരുന്നു. അപ്പോൾ ഈ തൈറോയ്ഡും വൈറ്റമിൻ ഡി കുറവും ആവശ്യത്തിന് ശരീരത്തിൽ ബ്ലഡും ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മുടി വളരത്തുമില്ല, ഉള്ള മുടിയും കൂടെ പൊഴിഞ്ഞു. അപ്പോൾ ആദ്യം നമ്മൾ മുടി ഹെയർ വളർത്തണം എന്ന ആഗ്രഹമുള്ളവർ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ വൈറ്റമിൻ ഡി പോയി ടെസ്റ്റ് ചെയ്യുക, പിന്നെ തൈറോയ്ഡ് നോക്കുക, പിന്നെ നമ്മുടെ ശരീരത്തിന് ആവശ്യത്തിന് നമ്മുടെ ബ്ലഡ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ഇത്രയും ഇല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ മുടിയെല്ലാം കൊഴിഞ്ഞു പോകും, കിളിക്കത്തുമില്ല കേട്ടോ. അപ്പോൾ ഇത്രയും നിങ്ങൾ പോയി ടെസ്റ്റ് ചെയ്തിട്ട് വേണം നമ്മുടെ ഹെയർ ഓയിൽ തേക്കാൻ വേണ്ടി. അപ്പോൾ ഞാൻ ഹെയർ ഓയിൽ ഏതാണെന്ന് പറയാം. ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്ന റീസെൻ്റായിട്ട് യൂസ് ചെയ്യുന്നതാണ് കുന്തളഗാന്ധി ഹെയർ ഓയിൽ കേട്ടോ. അപ്പോൾ ഇത് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയുള്ളൂ. ഇതിന് 230 രൂപയാണ് വില, 250 രൂപയാണ് വില. പിന്നെ ഞാൻ ഇതിന് മുന്നേ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ നീലബൃങ്കാതി ഹെയർ ഓയിൽ ഉണ്ടല്ലോ, ഇത് രണ്ടും കോട്ടയ്ക്കലിൻ്റെയാണ്. എനിക്ക് നീലബൃങ്കാതി ഒന്നുകൂടി ഇഷ്ടപ്പെട്ടു. ഞാൻ കുന്തളഗാന്ധി യൂസ് ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് തണുപ്പാണ് കേട്ടോ തലയ്ക്ക്, അതുകൊണ്ടാണ് യൂസ് ചെയ്തത്. അപ്പം നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച്